ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തരുന്നതിനായി കർത്താവിനെ ഒരിക്കൽ കൂടി വാഴ്ത്തുകയാണ്. അനുദിന ജീവിതത്തിന് വേണ്ട എല്ലാ കൃപകളും നന്മകളും തന്ന് വേണ്ടുവോളം സമാധാന സന്തോഷം തന്ന് നമ്മളെ അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അവസരം ദൈവം ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നതോർത്ത് ദൈവത്തെ കൂടെ സ്തുതിയും നന്ദിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഒപ്പം വചനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന 1000 ദൈവമക്കൾക്ക് എൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആവലോടും പ്രാർത്ഥനയോടും കൂടെ ചില വിഷയങ്ങളിൽ പരിഹാരം വരുത്തുവാനും നമ്മുടെ ആത്മീയതയ്ക്ക് വർധന വരുത്താനും നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയങ്ങളിൽ ദൈവികമായിരിക്കുന്നൊരു പരിഹാരമുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അവരവരെ താഴ്ത്തി കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥനയിലായിരിക്കുന്നവരും വചനം കേൾക്കാൻ തൽപരരായിരിക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹമുള്ള മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും കർത്താവ് ഈ വചനങ്ങളാലും ഈ പ്രാർത്ഥനാ ദിവസങ്ങളാലും ഏറിയ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ തുടക്കം മുതൽ എൻ്റെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തന്ന ആത്മീക ദൂതിൻ്റെ തലവാചകം, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ഭവനങ്ങളെ ദൈവം സന്ദർശിക്കും. എൻ്റെ കർത്താവ് സന്ദർശിച്ചു എന്ന് തമ്മിൽ പറയത്തക്ക രീതിയിൽ കർത്താവ് ചില വഴികളും മുഖാന്തരങ്ങളും ഒരുക്കുമെന്ന് ഇന്നലെ മുതൽ പറഞ്ഞു തുടങ്ങിയ സന്ദേശത്തിൽ ദൈവം വ്യക്തവും ശക്തവുമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മൾ ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് ആധാരമായിട്ടെടുത്തത്. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഓരോരുത്തരും തമ്മിൽ പറഞ്ഞു, ദൈവം നമ്മളെ മറന്നിട്ടില്ല. വീട്ടിലുള്ളവർ തമ്മിൽ പറഞ്ഞു, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, മലാഖിക്ക് ശേഷം 400 വർഷക്കാലം ദൈവവുമായിട്ട് വലിയ ബന്ധമൊന്നും ജനത്തിനില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തോടുകൂടെ ചില വിഷയങ്ങളിൽ ദൈവം ഇടപെടാൻ തുടങ്ങിയതോടുകൂടെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും തമ്മിൽ അറിയുന്നവരും കൂട്ടായ്മയിലുള്ളവരും തമ്മിൽ പറയാൻ തുടങ്ങി, ദൈവം നമ്മളെ സന്ദർശിച്ചു. വിശ്വസിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഒത്തിരി പ്രാർത്ഥിച്ചവർ, ഒത്തിരി കരഞ്ഞവർ, ഒത്തിരി ഉപവസിച്ചവർ, എൻ്റെ പാസ്റ്ററേ ദൈവം ഇല്ലേ, ദൈവം ഇതൊന്നും കാണുന്നില്ലേ, ഞാൻ ഈ കരയുന്നത്, ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്, എന്നോടും കുഞ്ഞുങ്ങളോടും എൻ്റെ കുടുംബത്തോടും ദൈവമേ ഈ ചെയ്യുന്നത് നീതിയുള്ള ദൈവം കാണുന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് മറുപടിയില്ലാതെ കുറേ നാളുകൾ വളരെ ഭാരപ്പെട്ടിരുന്ന വിഷയത്തിന് മറുപടിയായി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ദൈവം ഇടപെടുമ്പോൾ തമ്മിൽ പറയാനൊരവസരം കിട്ടും. ദൈവം സന്ദർശിച്ചു. നിങ്ങൾക്ക് എന്നോട് പറയാൻ ഒരവസരം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ദാസനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുതി വെച്ച വിഷയത്തിൻ്റെ മേൽ, നമ്മൾ തമ്മിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേൽ ദൈവം സന്ദർശിച്ചു എന്ന് പറയാൻ ഒരവസരമുണ്ടാകുമെന്നാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവം പറഞ്ഞത്. അതിന് നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന സംഭവത്തിൽ നിന്ന് ഇന്നലെ ഞാൻ ഓർപ്പിച്ചത്, ഏത് വലിയ വിഷയത്തെ കയറി തടയാൻ കഴിവുള്ളവനാണ്, കരുത്തുള്ളവനാണ് നമ്മുടെ കർത്താവെന്ന്. അതേ പാരഗ്രാഫിൽ നിന്ന് ഇന്നത്തെ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 13, 14, 15 വാക്യങ്ങൾ കേട്ടോളുക. 7-ാം അധ്യായം ലൂക്കോസിന് സുവിശേഷം 13, 14, 15 വാക്യങ്ങൾ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. കേൾക്കുക, കർത്താവ് കയറി തടഞ്ഞ് ഒരലമ്പുണ്ടാക്കാനല്ല, ഒരു സീനുണ്ടാക്കാനല്ല, ഒരു വിഷയമുണ്ടാക്കാനല്ല, ഒരു പ്രശ്നമുണ്ടാക്കാനല്ല, ശവസംസ്കാരത്തിന് വേണ്ടി വളരെ ഭവ്യതയോടെ ഒരു ഗ്രാമത്തിലെ പുരുഷാരം മുഴുവൻ, ഒരു പട്ടണത്തിലെ പുരുഷാരം മുഴുവൻ കൂടെ നിന്ന് സെമിത്തേരിയിലേക്ക് പോകുന്ന ഈ വിലാപയാത്രയുടെ വട്ടം കയറി യേശു തടഞ്ഞത് ഒരു സീനുണ്ടാക്കാനല്ല. പിന്നെയോ, യേശു മഞ്ചത്തെ തൊട്ട് നിർത്തിയിട്ട് ഇവിടെ 2 പേരോട് കർത്താവ് പറഞ്ഞു എന്ന് എഴുതിയിരിക്കുക. ഒന്ന്, ആ കരയുന്ന അമ്മയോട്. വേറെ ആരോടും കർത്താവിന് പറയാനൊന്നുമില്ല. ഒരു വലിയ പുരുഷാരാ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ആ കുടുംബത്തിലെ ബന്ധുക്കൾ, അമ്മാച്ചനും കൊച്ചപ്പനും അപ്പൻ്റെ ചേട്ടനും പെങ്ങളും നാത്തൂനും ഒക്കെ കണ്ടേക്കാം.
ഇവരോട് ആരോട് യേശുവിന് കൂടുതൽ പറയാനൊന്നുമില്ല. 2 പേരോട് പറഞ്ഞു. ഒന്ന്, ആ കരഞ്ഞ് തകർന്ന വിധവയായ അമ്മയോട്. അമ്മയോട് എന്താ പറഞ്ഞത്? കരയണ്ട, കരയണ്ട എന്ന് യേശു പറഞ്ഞു. അവൾക്ക് ചെവിയുണ്ട്, ജീവനുണ്ട്, സെൻസേഷനുണ്ട്, ഗ്രഹിക്കാൻ കഴിവുണ്ട്, ഉള്ളു കലങ്ങിയിരിക്കുകയാണെങ്കിലും പറയുന്ന കേൾക്കാലോ. അതിനകത്ത് ന്യായമുണ്ട്. ഈ അമ്മയോട് പറഞ്ഞു കരയണ്ട. അമ്മ കരച്ചിൽ അടയ്ക്കുകയോ നിർത്തിയോ എനിക്കറിയില്ല. സാധാരണയൊക്കെ ഈ വിലാപ ഭവനത്തിലൊക്കെ ചെല്ലുമ്പോൾ കരയണ്ടെന്ന് പറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കരച്ചിൽ കൂടുകയാണ് ചെയ്യാറുള്ളത്. യേശു പറഞ്ഞു വഴിത്തലക്കിൽ വെച്ച്, പട്ടണവാതിക്കൽ വെച്ച് കരയണ്ട എന്ന് അമ്മയോട് പറഞ്ഞു. സാധാരണ അങ്ങനെ നമ്മൾ പറയാറുള്ളത്. ഒരു മരണ വീട്ടിൽ പോയാലൊക്കെ അങ്ങനെ പറയാറുള്ളൂ, കരയാതെ, ദൈവനിശ്ചയല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, മരണത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മയോടും അപ്പനോടും കരയണ്ടെന്ന് പറയാറുള്ളൂ. അവിടം വരെയുള്ള കാഴ്ചപ്പാടേ നമുക്കുള്ളൂ. എന്നാൽ യേശു ദൈവമാണ്. യേശു എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത പദം, രണ്ടാമത് യേശു ആരോടാ പറഞ്ഞെന്നറിയാമോ? 14-ാം വാക്യം, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇത് കണ്ടു നിൽക്കുന്നവർക്ക് മണ്ടത്തരാന്ന് പറയുള്ളൂ. കാരണം ഇവൻ മരിച്ചു. പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സമയം ഈ ബാല്യക്കാരനുണ്ടായിരുന്നു. അവൻ ജീവനോടിരുന്നപ്പോൾ, രോഗിയായി കിടന്നപ്പോൾ, അവൻ വീട്ടിൽ വയ്യാതെ കിടന്നപ്പോൾ, ആ സമയത്ത് ചിലപ്പോൾ ഈ തീരെ വയ്യാതെ പുറമേ ബോധമില്ലാതെ കിടക്കുമ്പോഴും നമ്മൾ ചില രോഗികളെ കാണുമ്പോൾ പറയലില്ല, അങ്ങ് മരണത്തോട് പറ്റിക്കിടക്കുമ്പോഴും ചെന്ന് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു അച്ചാച്ചാ എന്നൊന്ന് വിളിച്ചപ്പോൾ കണ്ണ് തുറന്നില്ല, ഒന്ന് പതുക്കെ തലയൊന്ന് അനക്കി, കണ്ണിൻ്റെ കോണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് കിനിഞ്ഞിറങ്ങി. എൻ്റെ അർത്ഥം എന്താ? പുറമേ നോക്കിയാൽ മരിച്ചതുപോലെ ബ്രെയിൻ ഡെത്തായി കിടന്നതുപോലെ കിടക്കുവാണെങ്കിലും ഉൾബോധമുണ്ട്. ആ സമയത്തൊന്ന് വിളിച്ചാൽ ഉള്ളിൽ ആ ശബ്ദം തിരിച്ചറിയാൻ കഴിവുണ്ടെങ്കിൽ ഒരു ചെറിയ അനക്കമെങ്കിലും കാണിക്കും. ഇത് ആ സ്റ്റേജും കഴിഞ്ഞല്ലോ, മരിച്ചല്ലോ, ശരീരം തണുത്തല്ലോ, വെള്ളം പുതപ്പിച്ച് മഞ്ചത്തിൽ കയറ്റി സെമിത്തേരി കൊണ്ടുപോകല്ലേ, കാലൊക്കെ കെട്ടിക്കൊണ്ടുപോകല്ലേ. അവിടെ പറഞ്ഞാൽ കേൾക്കുമോ? പറഞ്ഞാൽ കേൾക്കുന്ന സമയം കഴിഞ്ഞു. പക്ഷെ ഒരുത്തം പറഞ്ഞാൽ ഇപ്പോഴും കേൾക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ച്, കേവലം ഒരു ധൈര്യപ്പെടുത്തലല്ല, ഇതിനകത്ത് ദൈവത്തിൻ്റെ ദൂതുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുക. ഇതൊരു മോട്ടിവേഷൻ അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ദൂതാണ്, ഇത് ദൈവ ശബ്ദമാണ്, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഞാൻ നിങ്ങളോട് പറയുക, ദൈവാത്മാവിൽ നിങ്ങളുടെ 1000 കുടുംബങ്ങളെ ഒരുമിച്ച് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കണ്ടുകൊണ്ട് പറയുക, നിൻ്റെ മോനോട്, നിൻ്റെ പ്രിയപ്പെട്ടവനോട്, നിൻ്റെ അപ്പനോട്, നിന്നെ ഉപദ്രവിച്ചവനോട്, നിന്നെ കരയിപ്പിച്ചവനോട്, നിന്നെ നൊമ്പരപ്പെടുത്തിയവനോട് മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കുന്ന സമയം കഴിഞ്ഞു. ബുദ്ധി കെട്ടിക്കളഞ്ഞു. അമ്മ പറഞ്ഞു മോനെ നീ എന്നെ ഈ കാണിക്കുന്നേ? നമ്മൾ കാലേ വീണ് പറഞ്ഞു അച്ചാച്ചാ, അപ്പാ, മോനെ എന്നൊക്കെ വിളിച്ച് നമ്മൾ പറഞ്ഞു നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, ജീവിതമുണ്ട്, എങ്ങും എത്തിയില്ല, എന്നെ ഈ കാണിക്കുന്നേ, എന്നെ ഈ പറയുന്നേ, ബോധമില്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന സമയം കഴിഞ്ഞു. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. അന്ന് അതിനൊക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു. ഇന്ന് ആ മേഖല കഴിഞ്ഞു, ഇന്ന് ആ മണ്ഡലം കഴിഞ്ഞു. ദൂതാണേ, ദൂതാണേ, ഞാൻ കഥയല്ല പറയുന്നത്, ദൂതാണേ. നീ പറഞ്ഞാൽ കേൾക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു, നീ കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, നീ ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം പോകാത്തൊരു കാലം ഉണ്ടായിരുന്നു, നിൻ്റെ അഭിപ്രായത്തിന് വില കൊടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു, നീ സംസാരിക്കുന്നത് ഗ്രഹിക്കുന്നൊരു കാലമുണ്ടായിരുന്നു, നീ പറയുന്നത് അതുപോലെ ഉൾക്കൊള്ളുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ശത്രുവായ പിശാച് വേർപെടുത്തുന്ന, മരണം വിതയ്ക്കുന്ന ദുഷ്ടശക്തി കേറിയിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന പരുവം കഴിഞ്ഞു. ഇനി ആര് പറഞ്ഞാലും കേൾക്കുകയില്ല, ഇനി ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞു. ഇനി ആരും പറഞ്ഞാൽ കേൾക്കുകയില്ല. ഇനി ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിഷയത്തെ നോക്കി, നിങ്ങൾ വെച്ചിരിക്കുന്ന ഭാരത്തെ നോക്കി, നിങ്ങൾ കരയുന്ന വിഷയത്തെ നോക്കി പറയുന്നു, ഇനി ആര് പറഞ്ഞാലും കേൾക്കുകയില്ല.
ഷാജി പാസ്റ്റർ പറഞ്ഞാലും കേൾക്കുകയില്ല, എന്നേക്കാൾ ശക്തനായിരിക്കുന്ന ഒരാൾ പറഞ്ഞാലും കേൾക്കുകയില്ല. കാരണം ഞങ്ങളൊക്കെ മനുഷ്യനാണ്. ഈ പരുവം കഴിഞ്ഞു ഈ കക്ഷിയുടെ. ഇനി നിങ്ങൾ വെറുതെ മനുഷ്യൻ്റെ പുറകെ നടക്കണ്ട. ഇനി നിങ്ങൾ പ്രവാചകന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കണ്ട. ഇനി നിങ്ങൾ ഇടനിലക്കാരെ വിളിക്കണ്ട. ഇനി ഈ കേസ് നിങ്ങൾ വെറുതെ വഴിത്തലക്കൽ നിന്ന് പറഞ്ഞ് വെറുതെ വിഴുപ്പലക്കണ്ട. നിങ്ങൾ ഇതിനി ആരോടും പറയണ്ട, പറഞ്ഞിട്ട് കഥയില്ല. കാരണം ഉലകത്തിലൊരു മനുഷ്യൻ ഈ മഞ്ചത്തിൽ കിടക്കുന്നവനോട് പറഞ്ഞാൽ ഇനി കേൾക്കില്ല. എന്നാൽ ശവത്തോട് പറഞ്ഞിട്ട് കേൾപ്പിച്ച് ഒരുത്തനുണ്ടെങ്കിൽ അതെൻ്റെ യേശു മാത്രം. ലാസറിനോട് പറഞ്ഞില്ലേ, നീ നയീനിലെ വിധവയുടെ മോനോട് പറഞ്ഞില്ലേ, യായിറോസിന്റെ മകളോട് പറഞ്ഞില്ലേ, മരിച്ചു മൂക്കി പഞ്ഞി വെച്ച് വെള്ളമുറച്ച് സെമിത്തേരി മാത്രം പ്രതീക്ഷയായി കിടക്കുന്നവരോട് നേരെ കയറി നിന്ന് പറയാൻ, കണ്ണു തിരുമ്മി അടച്ച് ശ്വാസം നിലച്ച വിഷയങ്ങൾ, ചലനമറ്റ വിഷയങ്ങൾ, സംസാരം നിർത്തിയ വിഷയങ്ങൾ, ഇനി നോക്കണ്ട എന്ന് പറഞ്ഞ വിഷയങ്ങൾ, ആ വിഷയങ്ങളോട് പറയാൻ ഉലകത്തിൽ ഒരുത്തനെ ശേഷിച്ചിട്ടുള്ളൂ, അത് യേശു മാത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് ശക്തമായ ഉപവാസത്തിൻ്റെ 2-ാം ദിവസത്തേക്ക് കാല് വയ്ക്കുമ്പോൾ, നിങ്ങൾ ഈ പ്രാർത്ഥനയുടെ 2-ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ നിങ്ങളൊരു കാര്യം അറിയണം. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത, നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന കാരണവർ പറഞ്ഞാൽ കേൾക്കാത്ത, കുടുംബയോഗക്കാരെ അറിയിച്ചു, സഭാ കമ്മിറ്റിക്കാരെ അറിയിച്ചു, നിങ്ങൾ കോടതിയിൽ അറിയിച്ചു, ജഡ്ജി പറഞ്ഞാൽ കേൾക്കുമോ? അങ്ങനെയാണോ നിങ്ങളുടെ വിചാരം? കുടുംബ കോടതി കൊണ്ട് കേസ് കൊടുത്താൽ, വനിതാ കമ്മീഷനെ കൊണ്ട് കേസ് കൊടുത്താൽ, വനിതാ കമ്മീഷണർ പറഞ്ഞാൽ കേൾക്കുമെന്നാണ് വിചാരം. ആ പരിവൊക്കെ കഴിഞ്ഞുകൂടെ പറപ്പേ. ഇനി ഒരുത്തൻ പറഞ്ഞെങ്കിൽ മാത്രമേ കേൾക്കത്തുള്ളൂ. അത് ജീവൻ കൊടുക്കാൻ കഴിവുള്ള, മരണത്തിൻ്റെ പേരും പാതാളത്തിൻ്റെ പേരും മനുഷ്യൻ്റെ പേരും അധികാരമുള്ള ഒരുവനുണ്ട്. അവനാ എൻ്റെ യേശു. ഇനി ഈ കേസ് യേശു പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. നിന്റെ വിഷയം ഞാൻ അങ്ങയോടായി പറയുന്നേ, ഞാൻ ആൻറ്റിയോടായി പറയുന്നേ. ഞാനിവിടെ ഇരുന്ന് അലച്ചു പോകുന്നത് അന്തരീക്ഷത്തെ നോക്കി മുഷ്ടിയുദ്ധം നടത്തുകയല്ല. ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. എൻ്റെ പൊന്നു കൊച്ചു സഹോദരി, ഞാൻ നിന്നോടാണ് പറയുന്നത്. നീ എന്നോട് പറഞ്ഞ വിഷയമില്ലേ, നീ എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ച വിഷയമില്ലേ, നീ എന്നോട് എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് കൂടെ ഗർഗരത്തോടെ പറഞ്ഞ വിഷയമല്ലേ, ആ വിഷയത്തോട് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ആ വിഷയത്തോട് നിൻ്റെ വീട്ടിലെ ആര് പറഞ്ഞാലും കേൾക്കില്ല. നിൻ്റെ മൂത്ത ആങ്ങളെ ആരുമായിരിക്കും, പറഞ്ഞാൽ കേൾക്കില്ല. നീ ആരോടും പറഞ്ഞിട്ട് കഥയില്ല. ഇനി നിൻ്റെ വിഷയം പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രം. യേശു അമ്മയോട് പറഞ്ഞു. ആദ്യം നിന്നോട് പറയുന്നു, നീ ഒന്ന് അടങ്ങിയിരി, നീ കരയാതിരിക്കുക, നീ സമയപ്പെട എന്ന് അമ്മയോട് പറഞ്ഞ അമ്മയെ ഒന്ന് ഒതുക്കി നിർത്തി, കരഞ്ഞവളെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് കരയിപ്പിച്ച വിഷയത്തോട് യേശു പറയുക, എഴുന്നേക്ക് ബാലിക്കാരാ, എഴുന്നേക്ക് എന്നവൻ പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. എൻ്റെ അന്തരാത്മാവ് പറയുന്നു, 21 ദിവസത്തിനുള്ളിൽ ഈ കർത്താവ് നിന്നെ ഒരുപാട് കരയിപ്പിച്ച വിഷയം, നിൻ്റെ മോളോട് ഇനി വേറെ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവക്കടെ ഡാഡി പറഞ്ഞാൽ കേൾക്കില്ല. നിൻ്റെ മോനോട് നീ പറഞ്ഞാൽ കേൾക്കില്ല. നീ ആരെക്കൊണ്ടും പറയിപ്പിക്കാൻ നോക്കണ്ട. മുട്ടുകുത്തിക്കോ, കരഞ്ഞോ. ഈ ദൂത് കേട്ടിട്ട് നിൻ്റെ വീട്ടിൽ കിടന്ന് കരഞ്ഞിട്ട് പറ, അങ്ങ് പറഞ്ഞാൽ മാത്രമേ ഇനി കേൾക്കുള്ളൂ. അങ്ങ് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ ഇനി കേൾക്കുള്ളൂ, അങ്ങ് പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറ. യേശു പറഞ്ഞു, എഴുന്നേക്ക് ബാലിക്കാരാ, എഴുന്നേക്ക് എന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിപ്പാൻ തുടങ്ങി. അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കാം. സംസാരം നിർത്തിയതാ, നീയുമായിട്ടുള്ള സംസാരം നിർത്തിയതാ. മിണ്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിണ്ടുന്നു, അത്രയേ ഉള്ളൂ. മനസ്സ് തുറന്നൊന്നും അല്ല മിണ്ടുന്നത്. നീയുമായിട്ടുള്ള സംഭാഷണം നിർത്തിയതാ. സംസാരം നിർത്തുന്നതാണ് കലഹത്തിൻ്റെ തുടക്കം, സംസാരം നിർത്തുന്നതാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. അപ്പോൾ ഈ അമ്മയും മോനും കൂടിയുള്ള സംഭാഷണം നിർത്തിയതാ. ഈ ചെറുപ്പക്കാരൻ എല്ലാവരോടുമുള്ള സംസാരം നിർത്തിയതാ. നിർത്തിയ സംസാരം യേശു തുടങ്ങിപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിന്നോട് മിണ്ടാത്ത, നിന്നോട് മനസ്സ് തുറക്കാത്ത, നിന്നോട് സ്നേഹിക്കാത്ത, മിണ്ടാത്ത ചില വിഷയങ്ങൾ, ഇനി നിന്നോട് മിണ്ടൂല്ല എന്ന് നിനക്ക് തോന്നിയ വിഷയങ്ങൾ യേശു മിണ്ടിപ്പിക്കും. പോരെ?
ഇതിനേക്കാൾ അപ്പുറം ഈ ഉപവാസത്തിൽ വല്ലതും നടക്കണോ? ഇത് മതിയെങ്കിൽ ഇത് മതി കർത്താവേ, എനിക്കത് മതി, വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. യേശു പറയുന്നു, സംസാരം നിർത്തി. അമ്മയോട് ഇനി മിണ്ടില്ല, നിന്നോട് ഇനി മിണ്ടില്ല, നിന്നോട് ഇനി സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് നിന്റെ ഫോൺ നമ്പർ വരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കേസ്. നിനക്ക് കിട്ടാനുള്ള പണം, നിന്നെ സ്നേഹിക്കേണ്ടവർ, നിന്നോടുള്ള സംഭാഷണം, നീ വരുന്നത് കണ്ടാൽ വഴിമാറിപ്പോകുക, നിന്റെ ഫോൺ കണ്ടാൽ എടുക്കാതിരിക്കുക, നീ വരുമ്പോഴേക്കും സ്വോത്രം മിണ്ടാതെ മുഖം വീർപ്പിച്ച് മാറി നിൽക്കുക, ഒരു വീട്ടിൽ പാർക്കുമ്പോൾ ഒരു മുറി കിടക്കുമ്പോൾ സംസാരം നിർത്തിയ കേസുകൾ യേശു സംസാരിപ്പിക്കും. അങ്ങനെ ദൈവം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഈ പ്രാർത്ഥനയിൽ നമുക്കൊരവസരം തരും. ഞാൻ തൃപ്തനാ, ദൈവം അത് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇതെൻ്റെ ബുദ്ധി എന്നല്ല, ആത്മാവ് താൻ നമ്മളോട് സംസാരിക്കുക. പ്രാർത്ഥിക്കട്ടെ, ഇത് സംഭവിക്കണം കേട്ടോ. മുറുകെ പിടിച്ചു. 8 or 10 പ്രാവശ്യം ഈ സന്ദേശം കേട്ടാലും നഷ്ടമൊന്നുമില്ല. വിഷയം പരിഹരിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. കർത്താവിനോട് പറ, അപ്പാ ഇനി ഇതാരും പറഞ്ഞാൽ കേൾക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങ് പറഞ്ഞാൽ കേൾക്കും, അങ്ങ് പറഞ്ഞാൽ കേൾക്കും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങ് പറഞ്ഞാൽ കേൾക്കും. അങ്ങ് പറഞ്ഞു. മഞ്ചം ചുമക്കുന്നവരോട് യേശു ഒന്നും പറഞ്ഞില്ല, പുരുഷാരത്തോടൊന്നും പറഞ്ഞില്ല. അമ്മയോട് പറഞ്ഞു, അമ്മയെ കരയിപ്പിച്ച വിഷയത്തോട് പറഞ്ഞു. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, അങ്ങ് സന്ദർശിക്കും. സന്ദർശിച്ചു എന്നുള്ള തെളിവ് ഞങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി ദൈവം പറയുന്ന ദൂതനായി സ്തോത്രപ്പ. കരയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് എല്ലാവരും പോകുന്ന പോലെ പോകരുതേ. കരയിപ്പിച്ച വിഷയത്തോട് എഴുന്നേക്കാൻ പറയണേ, സംസാരിക്കാൻ പറയണേ, മടങ്ങി വരാൻ പറയണേ. കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ കണ്ണീര് തുടച്ച് വിഷയത്തിന് പരിഹാരം വരുത്തി ഉപവാസത്തിൽ വെച്ചിരിക്കുന്ന വിഷയത്തിൽ ഉജ്ജ്വലമായ മറുപടി കൊടുത്ത് ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് സന്ദർശിക്കണേ. അങ്ങത് ചെയ്യും. കരഞ്ഞവരോട് മനസ്സലിയും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു കർത്താവ് ഈ ദൂത് തന്നതിന്. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പാ, അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ, പക്ഷേ എനിക്കറിയാം ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. എന്നേക്കാൾ ബലമുള്ളവൻ പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങ് പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യും, അങ്ങ് സംസാരിപ്പിക്കും. നിന്നുപോയത് തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. കരുണയുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.